നിത്യ നിയമത്തിൻ്റെ രക്തം, ദ ബ്ലഡ് ഓഫ് ഇറ്റേണൽ കവനൻറ്റ്. നിത്യ നിയമത്തിൻ്റെ രക്തം, ഒരു നിത്യമായ നിയമമുണ്ട്, നിത്യജീവനാകുന്ന ദൈവം പറയാണ്, ഞാനൊരു പുതിയ കവനൻ്റ് എഴുതി വച്ചിരിക്കുകയാണ്. എബ്രായ ലേഖനം 13:20 തൊട്ട് ഉള്ള 21 വരെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. നിത്യ നിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയവനായ നമ്മുടെ കർത്താവ് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ എന്നേക്കും മഹത്വം. ആമേൻ. അതായത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു ജനം. നമ്മൾ സൽപ്രവൃത്തി ക്രിസ്തുവോട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്നും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. വി ആർ ആക്റ്റീവ്ലി കമ്പാഷനേറ്റ് ആണ് ടു ദ വൺ ഹു ഡസ് നോട്ട് ഡിസേർവ്. മേഴ്സിയാണ്. നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ പ്രവർത്തിക്കാൻ തോന്നുന്നു. അങ്ങനെ ദൈവസ്നേഹത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളെ നമുക്ക് കാണുമ്പോൾ അറിയാം കർത്താവിനോടുള്ളൊരു പ്രത്യേക സ്നേഹം കൊണ്ട്. അത് ഏത് ജോലിയിലും ചെയ്യാം. ചിലപ്പം നമ്മൾ ടീച്ചേഴ്സായിട്ടായിരിക്കും, ചിലപ്പം നമ്മൾ ഡോക്ടേഴ്സായിട്ട്, ലോയറായിട്ടായിരിക്കും, ചിലപ്പം നമ്മളൊരു സാമൂഹ്യ പ്രവർത്തനമായിരിക്കും. ഏത് തുറയിലായാലും നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ആ ഫീൽഡുകളെല്ലാം ദൈവത്തിൻ്റെ ആക്കി ദൈവം മാറ്റും. അങ്ങനെ ചെയ്യുന്ന ഒരു ദൈവം നമ്മുടെ മുമ്പിലുണ്ട്. ആ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോഴാണ് നമ്മുടെ മുമ്പിൽ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് മറ്റുള്ളവർ കാണിക്കാൻ ഒക്കുന്നത്. അങ്ങനെ പറയുമ്പം നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനെ നമ്മുടെ കർത്താവ് യേശുവിന്. എന്താണ് നിത്യനിയമത്തിൻ്റെ രക്തം എന്ന് പറയുന്നത്? ക്രിസ്തുവിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ ക്രിസ്തു, ഇടയനാകുന്ന ക്രിസ്തു, ഇടയ ശ്രേഷ്ഠനാണ് യേശു ക്രിസ്തു. എന്ത് നമ്മളെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തി സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തും. അപ്പോൾ എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഒരിക്കലും കുറവില്ല. അവൻ്റെ സ്നേഹം അനുഭവിക്കും തോറും അത് വർദ്ധിച്ചു വരികയാണ്. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, സോ ഐ വിൽ റീഡ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ് ഓൾസോ. ഇറ്റ് മേക്സ് എ ലിറ്റിൽ ബിറ്റ് മോർ ഈസിയർ. May the God of peace, who through the blood of the eternal covenant brought back from the dead our Lord Jesus, that great shepherd of the sheep, equip you with everything good for doing his will. And make he work in us what is pleasing to him through Jesus Christ, to whom be glory forever and ever. Amen. മനസ്സിലാക്കേണ്ടത് ഇറ്റേണൽ ബ്ലഡിൻ്റെ ഒരു കവനൻ്റാണ്. എപ്പോഴും ഈ കവനൻ്റ് എന്ന് പറയുമ്പം ഉടമ്പടിയാണ്. ഉടമ്പടി എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഒരു നിയമബന്ധമാണ്. ആ നിയമബന്ധത്തിൽ ദൈവം അബ്രഹാമിന് കൊടുത്ത ഉടമ്പടി കൂടാണ് നമ്മളെ വീണ്ടെടുക്കുകയാണ്. അബ്രഹാമിനോട് ദൈവം ഉടമ്പടി കൊടുക്കുകയാണ്. അബ്രഹാമേ, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു, നിന്നിൽ കൂടെ ഞങ്ങളെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും, നിന്നെ സന്തതികളിൽ രാജാക്കന്മാർ വരും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നീ ദേശത്തെ മുഴുവനും നീ നടക്കുന്നിടെല്ലാം ദൈവത്തിൻ്റെ സ്ഥലമായി നിൻ്റെ സ്ഥലമാക്കി മാറ്റും ദൈവത്തിന് വേണ്ടി. അപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം അബ്രഹാമിന് കിട്ടിയത് നമുക്ക് കിട്ടുന്നത് ഒരു കവനൻ്റാണ്, അതൊരു ഉടമ്പടിയാണ്. ആ ഉടമ്പടിയിൽ പൂർണ്ണമായിട്ടും മനുഷ്യൻ വിശ്വസ്തത കാണിച്ചില്ല എങ്കിൽ പോലും ദൈവം വിശ്വസ്തനാകിയാൽ നമുക്കത് ലഭിക്കുന്നുണ്ട്. അതാണ് ഉടമ്പടിയുടെ ഗുണം. ഉടമ്പടി ദൈവവും മനുഷ്യനുമായിട്ട് ചെയ്യുമ്പോൾ മനുഷ്യൻ തെറ്റിക്കും. കാരണം മനുഷ്യന് കഴിവില്ല ദൈവവുമായിട്ട് ടാലി ചെയ്യുമ്പോൾ, തുലനം ചെയ്യുമ്പോൾ. അതുകൊണ്ട് ദൈവം നമ്മുടെ ബലഹീനതകളെ മറന്നിട്ട് അവൻ ചെയ്തിരിക്കുന്ന ഉടമ്പടികളുടെ എല്ലാ നിയമങ്ങളും നമുക്ക് വേണ്ടി അവൻ തന്നെ പൂർത്തീകരിച്ച് നമ്മളെ അനുഗ്രഹിക്കുന്നൊരു ദൈവം. അത് കരുണയല്ലേ, കൃപയാണ്. നമുക്ക് ഡിസേർവ് ചെയ്യത്തില്ല, നമ്മളെല്ലാത്തിനും തെറ്റുപോയി. നമ്മളൊരു വാക്ക് പറഞ്ഞു വെച്ചാൽ ഒരു കാര്യം ചെയ്യാമെന്നും തീരുവ 100 ഒബ്സ്റ്റക്കിൾ വരും, നമ്മൾ ചെയ്യത്തില്ല. പക്ഷേ കർത്താവ് അതെല്ലാം അങ്ങ് മറന്നിട്ട് നമ്മൾ അവിശ്വസ്തരാണെങ്കിലും അവൻ വിശ്വസ്തനാണ്. ദൈവത്തിന് അവൻ്റെ സ്വഭാവം മാറ്റാനൊക്കത്തില്ല. അതാണ് ഈ ഉടമ്പടി ദൈവവുമായിട്ടുള്ള ബിബ്ലിക്കൽ കവനൻറ്റിൻ്റെ പ്രത്യേകത. അതാണ്
നമ്മളൊരു കോൺട്രാക്റ്റ് എന്ന് പറയുമ്പം രണ്ട് പാർട്ടികൾ തമ്മിൽ ബിസിനസ് നമ്മൾ അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിൽ എഴുതി വയ്ക്കും. ഈ കരാറുകൾ എഴുതും. അത് ചെയ്താൽ ഇത് ചെയ്യാം, നീ അത് ചെയ്താൽ ഇത് ചെയ്യാം. അപ്പം ആരെങ്കിലും ഒരാൾ ബ്രേക്ക് ചെയ്താൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് കോമ്പൻസേഷൻ ചെയ്യും. പക്ഷേ ഇവിടെ കർത്താവ് നമ്മളെപ്പോഴും ബ്രേക്ക് ചെയ്താലും ദൈവം നമുക്ക് അനുകൂലമായിട്ട് നിൽക്കും. ആരാ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചിന്തിച്ച് നമ്മുടെ ബലഹീനതയെ മറന്ന് സ്നേഹിക്കുന്ന ഒരു ദൈവം മുമ്പിൽ വന്ന് നിൽക്കുക. ആ ദൈവം പറയാണ് ദ ഗോഡ് ഓഫ് പീസ്. ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണ്. ത്രൂ ദ ബ്ലഡ് ഓഫ് ദി ഇറ്റേണൽ കവനന്റ്, കർത്താവിൻ്റെ രക്തത്താൽ ഈ മരിച്ചവരിൽ നിന്നും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരുത്തിരിക്കുക. ഹീസ് ദ ഗ്രേറ്റ് ഷെപ്പേർഡ്. അവനാണ് ഇടയശ്രേഷ്ഠൻ. അവൻ നമ്മളെ എല്ലാ നന്മ ചെയ്യുവാനും ബലപ്പെടുത്തും. അതാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. That he may work, that is equip you with everything good for doing his will. May he work in us what is pleasing to. ദൈവത്തിന് ഇഷ്ടമുള്ളത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. എങ്ങനെ? ത്രൂ ക്രൈസ്റ്റ്, ടു ഹും ബി ഗ്ലോറി ഫോർ എവർ. ഇനിയിപ്പോൾ മലയാളത്തിൽ ഒന്നുകൂടെ വായിക്കുമ്പോൾ അത് മനസ്സിലായി. നിത്യനിയമത്തിൻ്റെ രക്തത്താൽ നിയമം എന്നും നിലനിൽക്കുന്ന, അത് മാറ്റമില്ല. ആടുകളുടെ വലിയ ഇടയനായ യേശു ക്രിസ്തുവാണ്. അവനെ മരിച്ചവരിൽ നിന്നും പിതാവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആടുകളുടെ വലിയ ഇടയന് നമ്മുടെ കർത്താവ് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും മടക്കി വിളിച്ചു വരുത്തിയ ദൈവം, ആ സമാധാനത്തിൻ്റെ ദൈവം നമ്മളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി. നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുക, ഇങ്ങനെ നമ്മളെ ഉറപ്പിച്ച് നിർത്തുകയാണ്. മാറത്തില്ല. ഞാൻ നിനക്ക് വേലി കെട്ടി നിൽക്കുകയാണ്, ഞാൻ നിനക്ക് മതിലായിട്ട് നിൽക്കുകയാണ്. നിൻ്റെ തലമുറകളെ എൻ്റെ കൈകളിലാണ്, എൻ്റെ ശാശ്വത ഭുജമാണ് അവരെ വഹിക്കുന്നത്, എൻ്റെ ചിറകിൻ്റെ ഉള്ളിലാണ് ഞാൻ അവരെ സൂക്ഷിച്ചത്. നിൻ്റെ മക്കൾ കഴിവുണ്ടായിട്ടോ ഇല്ലാഞ്ഞിട്ടോ നന്മ ചെയ്തിട്ടോ തിന്മ ചെയ്തിട്ടോ ഒന്നും അല്ല. ഞാൻ അബ്രഹാമിനൊരു കൊടുത്ത വാഗ്ദത്തത്താൽ അവൻ നിങ്ങൾ തെറ്റ് ചെയ്താലും ഞാൻ നിങ്ങളുടെ പുറകെ നിൽക്കുകയാണ്. ആ സ്നേഹം ഞാൻ എപ്പോഴും പറയാം, ഹണ്ടിങ് ഡൗൺ വിത്ത് ഹിസ് ലവ്. അതായത് ഒരു വേട്ടപ്പട്ടിയെപ്പോലെ നമ്മളെ കണ്ടുപിടിച്ച് സ്നേഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹം. ആ സ്നേഹത്തിലായി കഴിഞ്ഞാൽ അതാണ് നമ്മൾ എത്രമാത്രം തെറ്റിപ്പോകുന്നു അത്രമാത്രം തിരിച്ചു വരുമ്പോൾ അതിലൂടെ നന്മ ചെയ്യും. ഏറ്റവും പാളിപ്പോയവൻ തിരിച്ചു വന്ന് ദൈവത്തിൻ്റെ ഒത്തിരി സുവിശേഷ പ്രവർത്തനം ചെയ്യും. കാരണം ഈ ദൈവത്തിന് എങ്ങനെ നന്മ കൊണ്ട് പൂർത്തീകരിക്കാൻ? കാരണം എൻ്റെ ജീവിതം അത്രമാത്രം അധപ്പതിച്ച കാലത്ത് അവൻ എന്നെ വന്ന് അവൻ്റെ രക്തം കൊണ്ട് കഴുകി എന്നെ കണ്ടുപിടിച്ച്, 100 ആടിനകത്ത് ഒരെണ്ണം ഞാൻ വഴിതെറ്റിപ്പോയതാണ്. എന്നെ തപ്പിപ്പിടിച്ച് വന്ന് മുള്ളും പറക്കാരയ്ക്കകത്തുനിന്ന് എന്നെ പൊക്കിയെടുത്ത് ദുഷ്ട കൂട്ടുകെട്ടിൽ നിന്ന് എന്നെ മാറ്റിയെടുത്ത് എന്നെ ഇന്ന് തൻ്റെ രാജ്യത്തിൻ്റെ അവകാശിയാക്കി വയ്ക്കും. അങ്ങനെ ചെയ്ത ദൈവത്തെയാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് അവൻ്റെ ഇഷ്ടം ചെയ്യാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. അപ്പം പിതാവാം ദൈവം ആഗ്രഹിക്കുന്ന നന്മകൾ നമ്മളെ കൊണ്ട് അവൻ ചെയ്യിപ്പിക്കുകയാണ്. നമ്മുടെ മിടുക്കല്ല, ദൈവം അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് നമ്മളെ കൂടെ ചെയ്യിപ്പിക്കാൻ പുത്രനെ തന്നിരിക്കുന്നത്. പുത്രൻ എൻ്റെ കൈക്ക് പിടിച്ചിരിക്കുകയാണ്, നിങ്ങളുടെ കൈക്ക് പിടിച്ചിരിക്കുകയാണ്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൈക്ക് പിടിച്ചിരിക്കുന്നത്. അപ്പച്ചൻ കർത്താവ് പിതാവ് പുത്രനെ അയച്ചിരിക്കുന്ന ഒരു വലിയ ദൈവത്തിൻ്റെ കാര്യസ്ഥനായിട്ട് നിൽക്കുമ്പോൾ അവൻ ഒരിക്കലും തെറ്റ് ചെയ്യത്തില്ല. അവൻ അങ്ങേപ്പുറത്തും ഇങ്ങേപ്പുറത്തും കാശ് നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ദൈവമല്ല, ചഞ്ചലിക്കുന്ന ദൈവമല്ല. അവൻ സത്യത്തിൻ്റെ ഉടമസ്ഥനാണ്. സത്യത്തിൻ്റെ ആത്മാവുള്ളവർക്കേ പറയാനൊക്കത്തുള്ളൂ. അസത്യവാദികളുണ്ടല്ലോ, അവർക്ക് നമ്മുടെ ദൈവത്തെക്കുറിച്ച് കുറ്റം പറയാൻ വളരെ എളുപ്പമാണ്. അവരെയൊക്കെ ദൈവം സഹിക്കുന്നല്ലോ എന്ന് ഞാൻ ചിലപ്പം ചിന്തിക്കാറുണ്ട്. ദൈവത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തിന് മുമ്പിൽ ഒരു നിമിഷത്തിനെങ്കിലും ഇവൻ തിരിച്ചു വരട്ടെ എന്ന് വിചാരിച്ച ദൈവം കുറേ ക്ഷമിക്കും. പക്ഷെ ഞാനൊന്ന് പറയട്ടെ, നമ്മൾ വിശ്വാസികളാകുന്ന നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അപ്പച്ചൻ ഹണ്ടിങ് ഡൗൺ, അതായത് വേട്ടപ്പട്ടിയെപ്പോലെ പോയി ചെന്ന് കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവരട്ടെ. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്കൊരു മഹത്വം പറയാം. അപ്പോഴാണ് നമ്മൾ കൈ രണ്ടും പൊക്കുന്നത്. വി കനോട്ട് ഡു എനിത്തിങ്, സറണ്ടേഡ്. പിന്നെ നമ്മളൊന്നും പറയൂല. ഓൾ ഗ്ലോറി, ഓണർ, പവർ ആൻഡ് മജസ്റ്റി ബിലോങ്സ് ടു ജീസസ് ക്രൈസ്റ്റ്. കൊടുക്കാം, ദൈവത്തിന് കൊടുക്കാം. ഇങ്ങനൊരു ദൈവം നമുക്ക് തന്നതിന്, ഇങ്ങനൊരു ദൈവം നമുക്ക് തൻ്റെ പുത്രനെ തന്നതിന്, ഇങ്ങനൊരു മധ്യസ്ഥനായിട്ട് നമുക്ക് ദൈവം ഉള്ളതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. ഇതിൽ കൂടുതലായിട്ട് ഒരു നന്മ ചെയ്യുന്ന ഒരു ദൈവം ഇല്ല. ലോകത്തിലെ ആകെക്കൂടെ മനുഷ്യരാശിക്ക് നിത്യമായ ജീവനെ ലഭിക്കുവാൻ തക്കവണ്ണം ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ തന്നിരിക്കുന്ന ഏക നാമം യേശുക്രിസ്തു മാത്രം. സംശയമില്ല.
അപ്പോസ്തല പ്രവൃത്തി 4:12 ഞാൻ പറഞ്ഞത്. വചനം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. വചനം ഞാൻ എടുത്ത് പറയുന്നു. കേൾക്കുന്നവരുടെ ഹൃദയങ്ങളിൽ കൊള്ളട്ടെ. ദൈവം തമ്പുരാൻ പ്രവർത്തിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവൻ്റെ വെളിച്ചമാവുന്ന ദൈവം തൻ്റെ രക്തം കൊണ്ട് ഞങ്ങളെ മറുവില കൊടുത്ത് വാങ്ങിച്ചതിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. നിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിൽ ദൈവമേ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നീ ഞങ്ങൾക്ക് ചെയ്യുന്ന ഈ നന്മയ്ക്ക് വേണ്ടി, ഞങ്ങൾക്ക് ഈ നിത്യജീവനെ തിരിച്ചു തരാൻ വേണ്ടി അവിടുന്ന് ക്രൂശ് മരണം ഏറ്റെടുത്തു. ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഇതിൽ കൂടുതൽ നിനക്ക് എങ്ങനെ ഞങ്ങളെ സ്നേഹിക്കാൻ ഒക്കും? അത്രമാത്രം ആഴമേറിയ സ്നേഹത്തിൻ്റെ മുൻപിൽ കർത്താവേ ഞങ്ങളുടെ മുട്ടുകളും മടക്കുന്നു. ഞങ്ങളുടെ തലമുറകളോട് കരുണ തോന്നി അവരെ നീ നേർവഴിക്ക് കൊണ്ടുവരുന്നതിന് സ്തോത്രം. ഞങ്ങളുടെ പെൺമക്കളെ മരുഭൂമിയിൽ അലഞ്ഞ് നടക്കുന്നിടത്തുനിന്ന് നിൻ്റെ തോളോട് ചേർന്ന് അവരുടെ തല നിൻ്റെ തോളിൽ വെച്ചുകൊണ്ട് നീ അവരെ പിടിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടിരുന്ന കണ്ട് സ്തോത്രം ചെയ്തു. തലമുറകളുടെ മേൽ നിൻ്റെ ആത്മാവിൻ്റെ വിളി ചെന്ന് വീഴുകയാണ് ഈ സമയത്ത്. കർത്താവേ, വഴിതെറ്റിപ്പോയ കുഞ്ഞുങ്ങളെല്ലാം നിൻ്റെ സന്നിധിയിലുണ്ട്. നീ അറിയാതെ എങ്ങും പോകത്തില്ല കർത്താവേ. അവരെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ കർത്താവേ, നീ ചെയ്ത നന്മകൾക്ക് ഞാൻ എന്ത് പകരം ചെയ്യും? രക്ഷയുടെ പാനപാത്രം എടുത്തുകൊണ്ട് ഈ ദൈവത്തിൻ്റെ മഹത്വത്തെ വിളിച്ചു പറയാൻ, ജീവനുള്ളവരുടെ മുമ്പിൽ നിനക്ക് നേർച്ച ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ മഹത്വത്തെ വിളിച്ചു പറയാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നതിന് സ്തോത്രം. വലിയൊരു പ്രകാശം ഞങ്ങളുടെ മേൽ അയച്ചു തരുന്നതിന് സ്തോത്രം. ഈ വചനത്തിന് മുമ്പിൽ മാറുതലയായിട്ട് നിൽക്കുന്ന ദുഷ്ടശക്തികൾ യഹോവ തന്നെ ഭത്സിച്ചു മാറ്റുകയാണ്. ഇവിടെ ദൈവശബ്ദത്തിൻ്റെ മുമ്പിൽ, ദൈവസത്യത്തിൻ്റെ മുമ്പിൽ അസത്യവാദികൾക്ക് എന്ത് കാര്യമെന്ന് ദൈവം ചോദിക്കുന്നു. അഴിഞ്ഞു പോകട്ടെ അപ്പച്ച, ഇത് ചെല്ലെന്ന് കൊള്ളുന്നിടത്ത് ചെന്ന് കൊള്ളട്ടെ, ജീവപ്രകാശമായിട്ട് വീഴട്ടെ അപ്പച്ച. അനേക മക്കൾക്ക്, കുടുംബങ്ങൾക്ക് ഇതൊരു വിടുതലാക്കി മാറ്റിയതിന് സ്തോത്രം. തലമുറകളുടെ മേൽ നിൻ്റെ കൈവച്ച് കഴിഞ്ഞിരിക്കുന്നതിനാൽ സ്തോത്രം. അപ്പച്ചൻ പ്രവർത്തിക്കാൻ തുടങ്ങി, അപ്പച്ചൻ പൂർത്തീകരിക്കാൻ വിശ്വസ്തൻ. ഞങ്ങളുടെ തലമുറകളോട് കരുണ തോന്നി ഞങ്ങളുടെ കുടുംബങ്ങളെ നീ മാനിച്ച് കർത്താവാകുന്ന മൂലക്കല്ലാകുന്ന പാറമേൽ വീട് പണിയാൻ നീ അനുവദിക്കുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.